നമ്മൾ 12:30 പറഞ്ഞു അങ്ങനെ ഒരു സീരിയസ് ആണ്, കുട്ടി വളരെ അവസ്ഥയിലാണെന്ന് പറഞ്ഞു കൊടുത്തു. ബുള്ളറ്റിൻ കഴിഞ്ഞ പാടെ എല്ലാ ചാനലുകളും മോണിറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയില്ല. എല്ലാ ചാനലുകളും അതുവരെ കൊടുത്തിരുന്ന സാധനം കൊടുത്തു. അപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നെങ്കിൽ നമ്മളിത് കൊടുക്കും, കൊടുക്കും. ഒരു ഓടിപ്പോയിട്ട് വാർത്ത വായിക്കുന്ന എത്രയോ ഘട്ടങ്ങളുണ്ടായിട്ട്. അപ്പം നമുക്കുള്ള ഈ ശ്വാസം അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. ഒന്നാമതായിട്ട് ഈ പ്രായത്തിലൊക്കെ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഥപ്പായിരിക്കും. ആകാശവാണി വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടി വരും. ആ കോടിയൊക്കെ ചാടി ഞാൻ ആ സെക്കൻഡ് ബെഞ്ചായിട്ട് എത്തുന്ന സമയത്ത് സാറ് ഫസ്റ്റ് ബെഞ്ചിന്റെ അവസാനത്തെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നത് എത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഈ സംഘർഷങ്ങളൊക്കെ ശ്രോതാക്കൾ അറിയുന്നില്ല. അഹമ്മദ് സാറിന്റെ ശ്വാസം വീണത് അപ്പോഴായിരിക്കും. അപ്പോഴാണ് അഹമ്മദ് സാർ പിന്നിൽ സൈഡിൽ നിന്നിട്ട് അഹമ്മദ് സാർ എന്നൊരു ശബ്ദം, അത്ര ആശ്വാസമായി. കാരണം വെച്ചാൽ അഹമ്മദ് സാറ് ബുള്ളറ്റിന്റെ ഒരു തരിമ്പ് പോലും പിശക് വരരുത് ആളാണ്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നൊരമ്മ, അവരടുക്കളയിൽ കയറുന്നു രാവിലെ, വണ്ടി വരാറായി, അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടില്ല, കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്നൊരു വെപ്രാളുണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും ന്യൂസ് റൂമിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ കൂട്ടായി അങ്ങാടിയിലെ തിരൂർ ടൗണിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ പല പോസ്റ്ററുകളും ഒക്കെ കാണാം. അപ്പോൾ ഒരു ചുമരിൽ ഞാനിങ്ങനെ വായിക്കുകയാണ്, ഹക്കീം കൂട്ടായിയെ ഡാഷ് ചിഹ്നത്തിൽ വിജയിപ്പിക്കുക എന്ന്. അവിടെ ഞാൻ ഉണർന്നുപോയി. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയത്തിലാണോ ഇനി കാണുക, അതോ മറ്റെന്തെങ്കിലും മേഖലയിലുണ്ടോ? ആകാശവാണി ലൈഫിനിടയിൽ ഏറ്റവും സന്തോഷകരമായൊരു അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷം എപ്പോഴായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആളുകളൊക്കെ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഒരാൾ എഴുതി, ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ, നാട്ടിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞാണ്, കമ്മീഷൻ ചെയർമാൻ അവർ ഡീലിമിറ്റേഷൻ പരാതിയായിട്ട് ചെന്നപ്പോൾ എവിടെ നിന്നാന്ന് ചോദിച്ചു, കൂട്ടായി നിന്നു പറഞ്ഞു. അവിടെ ഇന്നൊരാളില്ലേ, അദ്ദേഹത്തോട് എൻ്റെ അന്വേഷണം പറയണം എന്ന് പറഞ്ഞു. IAS ഉദ്യോഗസ്ഥനാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്, ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനും കൂടിയായ A. ഷാജാൻ സാർ. പുള്ളിയാണ് ചോദിച്ചത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പേര് ഇതുമാതിരി അന്വേഷിച്ചായിട്ട് നമ്മളോട് പലരും പറയും. കത്തുകളൊക്കെ വരുമല്ലോ അന്നുണ്ട്, അന്ന് ഇഷ്ടംപോലെ കത്തുകൾ വരും. പലപ്പോഴും മറുപടി പറയാൻ കഴിയാറില്ല, അന്ന് വിളിക്കാൻ പറ്റുമല്ലോ, അപ്പോൾ പല ആകാശവാണിയുടെ അഡ്രസ്സിലേക്കായിരിക്കും വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് തെക്ക് ഭാഗത്ത് നിന്ന് ഒരാൾ എഴുതിയിരുന്നു, അതല്ല പേര് ഞാൻ മറന്നുപോയി, 22 കൊല്ലം മുമ്പാണ്. അദ്ദേഹത്തിന് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടൊരാൾ എഴുതിയിരുന്നു, അയാൾക്ക് യാത്ര ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ കത്തിടപാടുണ്ടായിരുന്നു. പിന്നെ അയാളുടെ വീട്ട് അഡ്രസ്സ് ആയിരുന്നില്ല, ഒരു ലോഡ്ജിൻ്റെ അഡ്രസ്സായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കത്ത് നിന്നു. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്തതുകൊണ്ട് അയാളെ കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ അയാൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള പല കത്തുകളും നമുക്ക് വരാറുണ്ട്. വിമർശിച്ചുകൊണ്ടും കത്ത് വരാറുണ്ട്, വായനയെ വിമർശിച്ചുകൊണ്ടും കത്ത് വരാറുണ്ട്, ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ കൂടുതൽ കത്തുകളും നമ്മളെ കാണണം, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, മറ്റു കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഹക്കീം സാറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആ ഒരു ശബ്ദത്തിനൊരു വേറിട്ട ശൈലിയുണ്ട്. നമ്മൾ അതുവരെ കേട്ട്, ഇപ്പം ഗോപൻ സാറിൻ്റെ ശബ്ദമായാൽ പോലും അതിനൊക്കെ അതിൻ്റെതായൊരു രീതിയുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളിലേക്ക് കുറച്ചുകൂടിയും അടുത്ത് നിൽക്കുന്ന പോലെ എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ഹക്കീം കൂട്ടായി വാർത്ത വായിക്കുമ്പോൾ നമ്മളോട് നേരിട്ട് പറയുന്നത് പോലെ ചിലപ്പോൾ തോന്നുന്നു. എന്താണ് ആ ഒരു ശൈലി, എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? ഞാൻ ചെറുപ്പം തൊട്ടേ, പഠിക്കുന്ന കാലം തൊട്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഭ്രാന്ത് ഇതായിരുന്നു എന്നുള്ളത്. അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ ഈ വായിക്കുമ്പോൾ ഈ ഒരു ശൈലിയിലാണ് വായിച്ചിരുന്നത്. അതായത് പത്രം വായിക്കുമ്പോഴും സ്കൂളുകളിൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അന്ന് അധ്യാപകർ നമ്മളെ കൊണ്ട് പാഠപുസ്തകം വായിപ്പിക്കും, നോൺ ഡീറ്റെയിൽഡ് എന്തായാലും വായിപ്പിക്കും. അപ്പോൾ എൻ്റെ ഒരു വിജയലക്ഷ്മി ടീച്ചർ ഉണ്ടായിരുന്നു, അവർ ഈടെയാണ് മരിച്ചുപോയി കോഴിക്കോട് വെച്ചിട്ട്. അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ കൊണ്ട് വായിപ്പിക്കും. ആ ഇന്ദുലേഖ എന്നാണ് ആ പുസ്തകത്തിനകത്ത് പേര്, എന്നെ കൊണ്ട് വായിപ്പിക്കും. അപ്പോൾ കുട്ടികൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇതെന്താ എന്നും വന്ന ഹക്കീമിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. ആ വായനക്കൊരു ശൈലിയുണ്ടെന്ന് ടീച്ചർ പറഞ്ഞ. അതെ, അത് ഞാൻ ഉണ്ടാക്കിയതല്ല,
അത് വായിച്ചു വന്നപ്പം ആ രീതിയിലേക്ക് മാറിയെന്നേ ഉള്ളൂ. പിന്നീട് ആകാശവാണിയിൽ റേഡിയോയിൽ വാർത്ത വായിക്കാൻ തുടങ്ങിയപ്പോൾ ബോധപൂർവ്വം ഒരു ശൈലി കൊണ്ടുവരാനൊന്നും ശ്രമിച്ചില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോയിട്ടില്ല, ഒരാളെ അനുകരിച്ചിട്ടില്ല, ഒരു ശൈലിയിലേക്കും പോയിട്ടില്ല. ഇത് എനിക്ക് കുറെ കൂടി കംഫർട്ടാണെന്ന് തോന്നുന്ന ശൈലി, ആ ശൈലി ഞാൻ അഡോപ്റ്റ് ചെയ്തു, ആ രീതിയിൽ പോകുന്നു. പക്ഷെ ആ ശൈലി നല്ലതാണോ എന്ന് താങ്കൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. തീർച്ചയായിട്ടും എനിക്കത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ മറ്റേത് ന്യൂസ് റീഡർമാരെക്കാളും സാറിന് വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ ഒരു ഘടകം അത് തന്നെയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചോ, നമ്മൾ സ്റ്റുഡിയോയിൽ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് രാവിലത്തെ ബുള്ളറ്റിനൊക്കെ പോകുമല്ലോ, സാറ് വാർത്ത വായിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു ടെമ്പോ അതിന്റെ എൻഡ് വരെ കൊണ്ടുപോകാൻ പലപ്പോഴും സാറിന് പറ്റാറുണ്ട്. നമ്മളൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ആ ടെമ്പോ ഒന്ന് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിച്ചൊക്കെ ഒന്ന് മാറിപ്പോവാറുണ്ട്. ഇതും ഒരു നിരന്തര പരിശീലനത്തിന്റെ ഭാഗമായി. പരിശീലനമൊന്നുമില്ല ഇത്, അത് അങ്ങനെ ഒരു ദൈവകൃപന്നോ എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങനെ പോകുന്നതേ ഉള്ളൂ. കാരണം പിന്നെ അത് എനിക്ക് തോന്നുന്നത് അതേ രീതിയിൽ ക്ഷീണമില്ലാത്ത മാതിരി വല്ലാതെ ബുദ്ധിമുട്ടാത്ത രീതിയിൽ ഞാൻ അങ്ങനെ വായിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരാളാണ്. അത് ഇതേ അഭിപ്രായം എന്നോട് ഒരു ന്യൂസ് എഡിറ്റർ പറഞ്ഞു. തിരുവനന്തപുരം RNA ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ കോഴിക്കോട് വന്നിരുന്ന ന്യൂസ് എഡിറ്റർ ഉണ്ട്, റോയ് ചാക്കോ. അദ്ദേഹം പറഞ്ഞു താങ്കളുടെ സ്വരം ജനങ്ങളിലേക്ക് ഇതുപോലെ എത്തിക്കുന്ന ഒരു സ്വരമാണെന്ന് പറഞ്ഞു. അത് ഇപ്പൊ രണ്ടാമത് താങ്കൾ ഞാൻ അപ്പൊ നമ്മളോട് ഒരുപാട് പേര് പറയുന്ന റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് എൻ്റെ ഒരു സ്വരമായിട്ട് അങ്ങനെ വരുന്നു, അത് ആ രീതിയിലേക്ക് പോകുന്നേ ഉള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കിയതല്ല, കൃത്യമായിട്ട് ഉണ്ടാക്കിയത് മറ്റു കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു ശൈലി അതാണ്. അത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ആ ഒരു രീതിയിലാണ് വന്നത്. ഇപ്പം നമ്മളിപ്പം പറയുമ്പോൾ ആകാശവാണി പ്രക്ഷേപകനെ സംബന്ധിച്ച് പറയുമ്പോൾ ശബ്ദമാണ് അയാളുടെ എല്ലാം. ശബ്ദം ഒന്ന് അടഞ്ഞാൽ അല്ലെങ്കിൽ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ നമ്മുടെ ഉപജീവനം തന്നെ മുടങ്ങിയെന്ന് പറയേണ്ടി വരും. സംശയമില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അപ്പം വാർത്ത സ്റ്റുഡിയോയിലേക്ക് പോകാൻ നേരത്തെ ശബ്ദം നഷ്ടപ്പെട്ട് വാർത്ത വായിക്കാൻ കഴിയാണ്ടിരിക്കുക, ഇപ്പൊ നമുക്ക് ചെറിയൊരു ചുമ വന്നാൽ പോലും മതി. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഒരു വർഷം മുമ്പ് എൻ്റെ ശബ്ദത്തിന് എന്തൊരു പ്രശ്നം വന്നിരുന്നു. ശബ്ദം അടഞ്ഞു പോവുക, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടഞ്ഞു പോകുക എന്നുള്ളൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. അത് താങ്കൾക്ക് തന്നെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. വായിച്ചു വരുമ്പോൾ ശബ്ദം അടഞ്ഞു പോകുന്നൊരു പ്രശ്നം. ഒരു ദിവസം രാവിലെ ബുള്ളറ്റും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം പറ്റപ്പോയി, മുഴുവനായിട്ട് പോയി. ഞാൻ വിചാരിച്ചു പടച്ചോനെ കഴിഞ്ഞല്ലോ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അടുത്ത നിമിഷം തന്നെ ശബ്ദം പറ്റി, തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ശബ്ദം അവിടെ അവസാനിക്കും. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഇപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തു. ഇപ്പോൾ അങ്ങനെ പ്രശ്നമില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ ഒരു 5-8 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഞാൻ വളരെ പ്രയാസം അനുഭവിച്ചിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ശബ്ദം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടഞ്ഞു പോകും. എന്താണ് സംഭവിച്ചതല്ലേ. പിന്നെ ഡോക്ടറെ കണ്ടു, അതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ പിന്നെ അത് എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകുന്നു. കാരണം ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് ആ ഒരു ഐഡന്റിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലല്ലോ. അതായത് ഗോപൻ സാർ പറഞ്ഞൊരു കഥയുണ്ട്. ഗോപൻ സാറിന് ഈ ബൈപ്പാസ് സർജറി വന്നു. ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് 10-30 കൊല്ലം സാർ ജീവിച്ചു. എന്നോട് പറഞ്ഞിട്ടുള്ള ഹക്കീം, ഈ ബൈപ്പാസ് സർജറിക്ക് പോയപ്പം ഈ ടേബിളിൽ കിടക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് എൻ്റെ ഹൃദയം പോയാലും ശബ്ദം പോരുതെന്നാണ്. ശബ്ദമാണ് എൻ്റെ അല്ലല്ലോ, ആ ശബ്ദം എനിക്ക് നിലനിർത്തി തരണം ഡോക്ടർ ഒരുപാട് ചിരിച്ചു കേട്ടിട്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് സംഭവിച്ചാലും ശബ്ദം പോരുതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രശ്നമില്ല, 28-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അല്ല, ആ ശബ്ദം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മളിപ്പം സ്റ്റുഡിയോയിൽ പോകുമ്പോഴും ഈ വാർത്ത അവതരിപ്പിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരുപാട് വലിയ വലിയ വാർത്തകൾ ആ സമയത്ത് ഒരു പക്ഷേ സാറായിരിക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക. കാരണം അന്ന് ടെലിവിഷൻ ഇതിൻ്റെ സാറ് വന്ന കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ടെലിവിഷനൊക്കെ സജീവമായിട്ട് വരുന്നത്. അത്തരം ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഒരുപാട് മരണങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് നമ്മളാണ്. ഒരുപാട് മരണങ്ങൾ. ഒരു കാര്യം ഞാൻ ഓർക്കണം, പത്രങ്ങൾ വന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ കരുണാകരൻ്റെ സഹോദരൻ അദ്ദേഹം മരിച്ച സമയത്ത് അത് നമ്മളെ ബ്രേക്ക് ചെയ്തു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് പത്രങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു അദ്ദേഹം. ആ എസ്റ്റേറ്റ് വലിയൊരു എസ്റ്റേറ്റാണ്. അതിലെ 100 കണക്കിന് തൊഴിലാളികൾ ഈ മരിച്ച വാർത്ത അറിഞ്ഞത് നമ്മുടെ രാവിലത്തെ പ്രാദേശിക വാർത്ത എന്നാണ്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നമ്മളാണ് രാവിലെ കൊടുത്തത്. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് തൊട്ട് മുമ്പാണ് ഞാനത് അറിയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ബെന്നി ബെഹനാൻ MP സാറെ വിളിച്ച് ചോദിച്ചു, കാരണം അത് കൺഫേം ചെയ്താൽ കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾക്കൊരു ന്യൂസ് ഇങ്ങനെ വരികയാണ് മരിച്ചെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ്, മരിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ അവിടേക്ക് പോകണമെന്ന്.
അത് നമ്മൾ എടുത്തു കൊടുത്തു. ഈ ഒരു സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൊഫൈൽ തയ്യാറാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ ഈ പെട്ടെന്നാകുമ്പോൾ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം. അതുപോലെ നമ്മളത് ചെയ്തിട്ട് വളരെ നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ സാധ്യമാകുന്ന. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് ജസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ ചാനലുകളിൽ ഇപ്പൊ ഫുൾ ടൈം ബ്രേക്കിംഗ് ന്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ട് ആകാശവാണി ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊടുത്ത കുറെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാനൊന്നും ഓർത്തിരിക്കണില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് നമ്മൾ ഒരു നമുക്കുള്ള നിർദ്ദേശം തന്നെ പിന്നെ ഹെഡ്ലൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ്ലൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ബുള്ളറ്റിനുകൾ കൊടുക്കാറുണ്ട്. ഇപ്പം KR നാരായണൻ സാറ് മരിച്ചപ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ കടലുണ്ടി ദുരന്തം ഉണ്ടായപ്പോൾ ഒക്കെ നമ്മൾ സ്പെഷ്യൽ ബുള്ളറ്റിൻ കൊടുത്തിരുന്നു. അങ്ങനെ സുനാമി വന്നപ്പം നമ്മുടെ കോഴിക്കോട് സുനാമി അടിക്കുന്നതായിട്ട് നമ്മുടെ ഓഫീസ് ബീച്ചിൽ. അപ്പോൾ ആ സ്റ്റുഡിയോയിലേക്ക് വരാൻ ഒരു പണിയില്ല, സുനാമി കയറി വരാൻ. എന്നിട്ട് പോലും നമ്മൾ സ്പെഷ്യൽ ബുള്ളറ്റിൻ കോവിഡ് ടൈമിൽ അതെ. അപ്പോൾ അത് നമ്മൾ ഒരു എല്ലാ ദുരന്തകാലത്തും ഉണ്ടാവേണ്ട ഒരു മാധ്യമം, ഏത് ദുരന്തം ഉണ്ടായാലും ഇപ്പം TV-ക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റിനോ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമം റേഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം, അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ടോർച്ച് റേഡിയോ, രണ്ടാമത്തെ റേഡിയോ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദുരന്തം ഉണ്ടായി, ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായി, വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ചെന്നൈയിലൊക്കെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് റേഡിയോ മാത്രമാണ് ആളുകൾക്ക് ആശ്രയം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കറണ്ട് ഉണ്ടാവില്ല, വൈദ്യുതി ഉണ്ടാവില്ല, TV പ്രവർത്തിക്കാൻ പറ്റില്ല, ഇൻ്റർനെറ്റ് കിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫോണ്, 1-2 ദിവസം കഴിഞ്ഞാൽ ഫോണ് ചത്തുപോകും, ഒന്നും നമുക്ക് കിട്ടില്ല. അവസാനം 2 ബാറ്ററിക്ക് പ്രവർത്തിക്കുന്ന ചെറിയ റേഡിയോ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് റേഡിയോ ഒരിക്കലും മരിക്കണില്ല, ഒരിക്കലും മരിക്കാനും കഴിയില്ല. എല്ലാ വീടുകളിലും റേഡിയോ ആണെന്ന് പറയണത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ, അപ്പോൾ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ. അന്ന് ചെന്നൈയിൽ നിന്ന് തന്നെ ആളുകൾ പറഞ്ഞിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ റേഡിയോ വഴിയാണ്. സുനാമി വന്നപ്പോഴും നമ്മൾ റേഡിയോ വഴിയാണ് കൊടുത്തത്. അതുമാതിരി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ആളുകൾക്ക് പ്രളയത്തിലൊക്കെ റേഡിയോയാണ്. അപ്പോൾ ഒരിക്കലും റേഡിയോ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടുള്ള ജീവിതം നമുക്കുണ്ടാവില്ല. കാരണം എപ്പോഴാണ് ഏത് സമയത്താണ് നമ്മൾ ഇങ്ങനെ വന്ന് പോകാന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്റർനെറ്റിന് പോലും അത്ര റീച്ച് ചെയ്യാൻ കഴിയില്ല. റേഡിയോ സിഗ്നലുകളുടെ ഒരു പ്രത്യേകതയാണ്. ഏത് സ്ഥലത്തും പോയിട്ട് നേരത്തെ തന്നെ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു ഇത്രയും 98-99% സ്ഥലങ്ങളിലും റീച്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനം. ഇപ്പോൾ കടലിലൊക്കെ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ വിവരങ്ങൾ അറിയുന്ന റേഡിയോയിലൂടെയാണ്. മുമ്പ് നമ്മൾ മുമ്പ് നമ്മുടെ ഈ ലക്ഷദ്വീപ് പരിപാടിയിലും അതുപോലുള്ള പരിപാടികളിലൊക്കെ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് ഇവർക്ക് വേണ്ടി മാത്രം വിവരങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ മൊബൈലൊക്കെ വരുന്നതിന് നമ്മളിപ്പോഴും കൊടുക്കാറുണ്ടല്ലോ, മത്സ്യത്തൊഴിലാളികൾക്ക് അറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. അത് അവർക്ക് അവിടെ കിട്ടും, കടലിലേക്ക് കിട്ടും. അത് കൊടുക്കണം നമുക്ക് നിർദ്ദേശമുണ്ട് അവർക്കത്. കാരണം അവരെ നമ്മൾ അറിയിക്കണം അവിടെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ഇപ്പം ഇത്ര കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വരുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അതിൻ്റെ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ഇങ്ങനെ കൊടുക്കുന്നത്, അവരറിയിക്കുന്നതിന്. ഇപ്പോൾ വാർത്ത വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ബ്രേക്കിങ്ങും വലിയ വാർത്തകളൊക്കെ വായിക്കും, ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പിഴവുകളൊക്കെ സംഭവിക്കുമല്ലോ, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? ഇഷ്ടം പോലെ, ഒരുപാട് അനുഭവങ്ങൾ. ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വാർത്ത വായിച്ചു വരുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ശ്രദ്ധ മാറുകയോ ചെയ്താൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണ്ണും കാതും എല്ലാം നമ്മൾ വായിക്കുന്നതുകൊണ്ട് തന്നെ അറിയാലോ. അപ്പോൾ താങ്കൾക്കറിയാം എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് വന്നാലേ ഇത് വായിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാറുണ്ട് എനിക്ക് നമുക്ക് 2 കണ്ണ് എന്നിട്ടുള്ള ഒന്ന് പേപ്പറിലും ഒന്ന് ക്ലോക്കിലും നോക്കാൻ വേണ്ടിയിട്ടാണ്. സമയത്തോടുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടിയാണ്. അതെ. അപ്പോൾ എല്ലാം ടൈം ബൗണ്ടഡ് പരിപാടി ആയതുകൊണ്ട് ഇപ്പം നമ്മൾ രാവിലത്തെ ബുള്ളറ്റിൻ തന്നെ ബിരിയാണി ചെമ്പ് പോലെയാണ്, അടിയിലും മുകളിലും തീയാം. കാരണം മുകളിൽ സംസ്കൃത വാർത്ത വരും, അടിയിൽ പരസ്യം വരും. ഇതിന്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഈ വാർത്ത കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വാർത്ത കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹരിപരിയാവും, ഹെഡ്ലൈൻ പോയോ, ഇതിൽ ഏതെങ്കിലും ഐറ്റം പോകാത്തതുണ്ടോ, ഇതെല്ലാം കൂടി മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ മെയിൻ ബുള്ളറ്റിൽ നിന്ന് മാറിപ്പോകും. പിന്നെ ട്രാക്ക് തെറ്റിയ ആ ബുള്ളറ്റിനെ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ടിട്ട് തിരിച്ചു കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മളൊരു ലൈനൊക്കെ വിട്ട് അടുത്ത ലൈനിലേക്ക് അപ്പോഴേക്കും നമ്മൾ വേറെ മാറിപ്പോയിണ്ടാവും. അത് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഈ ശ്രോതാക്കൾക്ക് തോന്നാൻ പാടില്ല ഇവന് പിഴവ് പറ്റിയും തോന്നാൻ പാടില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആകാശവാണിയാണ് കുറെ മാധ്യമ പത്രങ്ങളുടെ പോലും ഒരു സോഴ്സ് ആയിട്ട് അന്ന് പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആകാശവാണി വാർത്തകൾ തന്നെയായിരുന്നല്ലോ. കാരണം ഈ സായന പത്രങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന 12:30 ഓൺലൈനോ ഒന്നുമില്ല. ഇവിടെയുള്ള പല ഇതിലും 12:30 വാർത്തകളായിരുന്നു, അല്ലെങ്കിൽ 12:50 വാർത്തകളായിരുന്നു അവര് സായന പത്രങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ച്. ഇപ്പോഴും പല പത്രങ്ങളും പല ചാനലുകളും നമ്മുടെ വാർത്ത നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ബെൻസനും ബെൻസിയും അതിൽ ഒരാൾ എയ്ഡ്സ് വായിച്ച കുട്ടികളായിരുന്നല്ലോ. അതിൽ ഒരു സുഷമ സ്വരാജൊക്കെ വന്ന കുട്ടികളെ താലോചിച്ചൊക്കെ നമുക്കറിയാം. അതിലൊരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് 11 മണി മുതൽ നമ്മുടെ എല്ലാ ചാനലുകളും എഴുതി കാണിക്കുകയാണ്. എല്ലാ ചാനലും. അത് നമ്മുടെ അഹമ്മദ് സാറായിരുന്നു, ദൂരദർശൻ എഡിറ്ററായിരുന്ന അഹമ്മദ് സാറായിരുന്നു ഇവിടെ എഡിറ്റർ. അദ്ദേഹത്തിന് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, നമ്മൾ കാണുന്ന പോലെ. നമ്പറുകൾ ബൈഹാർട്ടാണ്. ഏത് ഫോൺ നമ്പർ വെച്ചാലും പുള്ളി പറഞ്ഞു തരും, ബൈഹാർട്ടായിട്ട് തന്നെ പറഞ്ഞു തരും, ഒന്നും നോക്കണ്ട. ഉടൻ അദ്ദേഹം ശ്രീചിത്രയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അവർ മരിച്ചിട്ടില്ല, കുട്ടി മരിച്ചിട്ടില്ല. അതാണ് 11 മണി മുതൽ 10 ചാനലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മരിച്ചു വലിയ ദുരന്തമാണ്. നമ്മൾ 12:30 പറഞ്ഞു അങ്ങനെ ഒരു സീരിയസ് ആണ്, കുട്ടി വളരെ അവസ്ഥയിലാണെന്ന് പറഞ്ഞു കൊടുത്തു. ബുള്ളറ്റിൻ കഴിഞ്ഞ പാടെ എല്ലാ ചാനലുകളും മോണിറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വരേണ്ട സാധ്യതയില്ല. എല്ലാ ചാനലുകളും അതുവരെ കൊടുത്തിരുന്ന സാധനം കൊടുത്തു. അപ്പൊ നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നെങ്കിൽ നമ്മളിത് കൊടുക്കും. ആകാശവാണി വാർത്തകളുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെ അതാണ്. നമ്മൾ കൺഫേം ചെയ്യാതെ ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് നമ്മളടുത്ത് വരുന്ന അതാണ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും നമ്മൾ ചെയ്തത്. നമ്മളടുത്ത് വരുന്ന വാർത്തകൾ കംപ്ലീറ്റ് കൺഫേം ചെയ്ത് അതോറിറ്റിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്ത കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ആ ഒരു വിശ്വാസ്യതാണ് ആളുകൾക്കുള്ളത്. ഒരിക്കലൊരു വലിയ പിഴവ് പറ്റി പിന്നീട് മാധ്യമങ്ങൾക്കൊക്കെ ആ പിഴവ് ഏറ്റുപറഞ്ഞ ഒരു ചരിത്രം മുമ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്. ഏതൊരു ദുരന്ത വാർത്ത, അതൊരു ഡൽഹിയിൽ അയക്കുന്ന സമയത്ത്. ഡൽഹിയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 10 സെക്കൻഡ് മുമ്പ് വാർത്ത നിർത്തിയിട്ട് പോകണം. അപ്പോൾ ഞാനത് വായിച്ച് സമയം മറന്നുപോയി. 12:50 വാർത്തയാണ്. 1 മണിക്ക് നമ്മൾ ഈ കന്നഡയ്ക്ക് വേണ്ടി കൊടുക്കണം വാർത്ത, അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. 12:59 ഏകദേശം 9:20 സെക്കൻഡായി. 20 സെക്കൻഡായി വെച്ചാൽ ബാക്കി 30 സെക്കൻഡേ ഉള്ളൂ ഹെഡ്ലൈൻ വായിക്കാൻ. ഹെഡ്ലൈനാണെന്ന് ലെങ്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഹെഡ്ലൈൻ അനൗൺസ് ചെയ്യുന്നത്, പ്രധാന വാർത്തകൾ വീണ്ടും പറയുന്നത്. അങ്ങനെ 3 വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി സമയം നോക്കണം എന്ന് തോന്നി. സമയം നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു വിഷമദ്യ ദുരന്തം, അതിൽ മരിച്ച ആളുകളുടെ എണ്ണം പറഞ്ഞ് തെറ്റിപ്പോയി. വലിയൊരു എമൗണ്ട് ഞാൻ പറഞ്ഞു, ഇത്ര ആളുകൾ മരിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നോക്കിയിട്ടല്ല വായിക്കുന്നത്, ഞാൻ ഇത് മരിച്ചു പോയത്. അത് കഴിഞ്ഞ് ഒരുപാട് വിളി വന്നു, ഇത്ര പേര് ഇവിടെ മരിച്ചിട്ടില്ല, എങ്ങനെ നിങ്ങൾ ആകാശവാണി എങ്ങനെ കൊടുക്കണത്, ഇത്രയും പേര് മരിക്കാത്തൊരു സംഭവം എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് JDN വിളിച്ചു ചോദിച്ചു, അതോറിറ്റി മുഴുവൻ വിളിച്ചു ചോദിച്ചു, എന്താ സംഭവിച്ചു ചോദിച്ചു. പിറ്റേ ദിവസം വന്ന പത്രങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു, ആകാശവാണി മരണസംഖ്യ ഉയർത്തി, ഇത്ര പേര് മരിച്ചു. എല്ലാവരും മിക്ക പത്രങ്ങളിലും അതുണ്ടായിരുന്നു. പിന്നെ അതോറിറ്റിക്ക് മനസ്സിലായത് മനഃപൂർവ്വം ചെയ്തതല്ല, കാരണം അത് ബ്രേക്ക് വരാതിരിക്കാൻ മറ്റേ വാർത്തയിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് ഇങ്ങനെ വന്നു പോയതാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ നടപടിയൊന്നും സ്വീകരിച്ചില്ല, അവർക്കത് ബോധ്യപ്പെട്ടു. അതുപോലെ സ്റ്റുഡിയോയിലേക്കും ചില സമയത്തൊക്കെ നമ്മൾ ഹറിബറി ആയിട്ട് ഓടിയെത്തി വാർത്ത വായിക്കേണ്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ലേറ്റസ്റ്റ് നമുക്ക് ചിലപ്പം ബഞ്ച് ചെയ്യാൻ കഴിയാതെ വരും, ഹെഡ്ലൈൻ ചെയ്ത് കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത് ബഞ്ച് ചെയ്ത് തന്നെ ശരിയാണോ, ഒരുപാട് സംശയങ്ങൾ വരും. ഈ സംശയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ താങ്കൾക്ക് തന്നെ അറിയാലോ, ഒരു ഓടിപ്പോയിട്ട് വാർത്ത വായിക്കുന്ന എത്രയോ ഘട്ടങ്ങളുണ്ടായിട്ട്. അപ്പം നമുക്കുള്ള ഈ ശ്വാസം അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. ഒന്നാമതായിട്ട് ഈ പ്രായത്തിലൊക്കെ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഥപ്പായിരിക്കും. ആകാശവാണി വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഒരിക്കൽ എന്നെ കിതപ്പിച്ചത് ഞാൻ ഇപ്പോഴും മറക്കില്ല. അതന്ന് താങ്കളോട് വായിക്കാൻ പറഞ്ഞായിരുന്നു. ഒരു ദിവസം പ്രേക്ഷകരോടാണ്, ഒരു ദിവസം ഞാനും ഹക്കീം സാറും കൂടിയാണ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. അന്നാണെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഒരു ജോലി തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ ഒരു 5:30 ടൈമാണ്. ഞാനൊരല്പം താമസിച്ചു പോയി രാവിലെ എത്താൻ. അന്ന് ബുള്ളറ്റിൻ എന്താണ് പോകുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ 1-2 വാർത്തകൾ മാത്രമേ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയുള്ളൂ. സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ഹക്കീം സാറിന് ഒരു ബുദ്ധിമുട്ട് വാർത്ത വായിക്കാൻ. ഞാൻ അന്ന് ആ വാർത്ത ഒന്നും കണ്ടിട്ടില്ല. ആ സമയത്ത് നമ്മുടെ വോയിസ് ഓവർ സ്റ്റോറികൾ നമ്മളല്ലാണ്ട് തന്നെ ഇതിനകത്ത് കൊടുക്കുമല്ലോ. ഈ വോയിസ് ഓവർ സ്റ്റോറി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വായിക്കുമ്പോൾ ഈ വോയിസ് ഓവർ സ്റ്റോറി സ്കിപ്പ് ചെയ്യണം. അത് ആകാശവാണിയുടെ ഒരു റൂൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ കിടക്കുന്നത് താഴെയാണ്, ന്യൂസ് ഡെസ്ക് കിടക്കുന്നത് മുകളിലാണ്. ഞാൻ ഇപ്പോൾ ഹക്കീം സാർ പറഞ്ഞു ആ വോയിസ് ഓവർ സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് എടുത്തു മാറ്റാൻ വേണ്ടി സ്റ്റുഡിയോയിലേക്ക്, അപ്പം ക്ലോക്കിൽ ഇങ്ങനെ 44 നിൽക്കുക, 45 വാർത്ത തുടങ്ങും. ഞാൻ ഭയങ്കര സ്പീഡിൽ ഈ കോണിയൊക്കെ എങ്ങനെയാണെന്ന് കയറിയതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സ്പീഡിൽ ഓടിപ്പോയി അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് വന്നപ്പോൾ സ്റ്റുഡിയോ അങ്ങനെ ഓൺ എയർ ആയിട്ട് നിൽക്കുകയാണ്.
ഞാൻ കയറി വാർത്ത വായിക്കാൻ തുടങ്ങുമ്പോൾ സാറ് പറഞ്ഞു ശരിക്കത് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം നമ്മളിത് ഓടുമ്പോ ആലോചിക്കുന്നില്ല, നമ്മുടെ ശബ്ദം കിതക്കും എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. ഞാൻ വാർത്ത ആദ്യത്തെ ഹെഡ്ലൈനും 2 വാർത്തയും ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വലിയൊരു ഏരിയ കിതച്ചുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വായിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളെ നമ്മൾ അങ്ങനെ നേരിടേണ്ടി വരുന്നുള്ളത്. പിന്നെ അതിനുശേഷം ശ്രോതാക്കൾ പലരും വിളിച്ചു ചോദിച്ചു എന്ത് താങ്കൾക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. പിന്നെ ഒരിക്കൽ ഒരു അനുഭവം നിങ്ങൾക്ക് അറിയാലോ, അതായത് ക്ലോസിംഗ് ഞാൻ കൊണ്ടുവന്നില്ല. അതെന്റെ കയ്യിൽ ക്ലോസിംഗ് ഞാൻ കൊണ്ടുവന്നില്ല. അതായത് നമ്മള് കേൾക്കുന്ന പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു, പിന്നെ വാർത്തകൾ ഇങ്ങനെ ഉള്ള ക്ലോസിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുവന്നില്ല. ആ കൊണ്ടുവരാതിരുന്നപ്പോൾ താങ്കളോട് ഞാൻ പറഞ്ഞു അന്ന് സെക്കൻഡ് ബെഞ്ച് താങ്കളുടെ കയ്യിലാണ്, അതായത് ബ്രേക്ക് കഴിഞ്ഞ് വരേണ്ട ബെഞ്ച് താങ്കളുടെ കയ്യിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ക്ലോസിംഗ് എടുത്തിട്ടില്ലല്ലോ താങ്കളെന്ന് പറഞ്ഞു. അത് താങ്കളെ ക്ലോസിംഗ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ഓടി, ന്യൂസ് റൂമിലേക്ക് ഓടി താങ്കള്. ഈ സെക്കൻഡ് ബെഞ്ചും കൊണ്ടാ ഓടിയത്. സെക്കൻഡ് ബെഞ്ച് കയ്യിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ക്ലോസിംഗ് താങ്കൾ എനിക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വാർത്ത അപ്പോഴേക്കും 2-2.5 മിനിറ്റ് വായിച്ചു കഴിഞ്ഞു, എത്താൻ പോവാണ്. ബ്രേക്കിലേക്ക് എത്താൻ നോക്കി സെക്കൻഡ് ബെഞ്ചിൽ വായിക്കേണ്ട സാധനങ്ങൾ നോക്കുമ്പോൾ കാണാറില്ല. അപ്പൊ ഞാൻ തങ്ങളോട് ചോദിച്ചു എന്ത് എവിടെ സെക്കൻഡ് ബെഞ്ച് ചോദിച്ചു, ലൈവില് പോവല്ലേ. അപ്പൊ താങ്കളും ചോദിച്ചു എന്താണെന്ന്. അപ്പൊ ഞാൻ ഇത് കാണിച്ചിട്ട് ചോദിച്ചു എവിടെ ബുള്ളറ്റിൻ. അപ്പോഴെന്താ വെച്ചാൽ ഈ ക്ലോസിംഗ് എടുക്കാൻ പോയ താങ്കള് സെക്കൻഡ് ബെഞ്ച് അടിച്ചിട്ടാണ് ഈ ഓടുന്നതൊക്കെ. അപ്പൊ അതിനകത്ത് ഞാൻ ക്ലോസിംഗ് എടുത്തിട്ട് ഇതാണ് വെച്ചിട്ട് സെക്കൻഡ് ബെഞ്ച് ഇതുപോലെ ഓടിയതാട്ടോ. സെക്കൻഡ് ബെഞ്ച് അവിടെ വെച്ചിട്ട് ആ കോടിയൊക്കെ ചാടി ഞാൻ ആ സെക്കൻഡ് ബെഞ്ചായിട്ട് എത്തുന്ന സമയത്ത് സാറ് ഫസ്റ്റ് ബെഞ്ചിന്റെ അവസാനത്തെ വാർത്ത വായിച്ചോണ്ടിരിക്കുന്നത് എത്തി. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഈ സംഘർഷങ്ങളൊക്കെ ശ്രോതാക്കൾ അറിയുന്നില്ല. ഇതില് വേറെ പ്രശ്നം കൂടി ഉണ്ട്. അതായത് സെക്കൻഡ് ബെഞ്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, താങ്കളും ശ്രദ്ധിച്ചില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ, കാരണം അവിടെ പോയിട്ട് ബുള്ളറ്റിൻ കഴിയും. ബുള്ളറ്റിൻ കഴിഞ്ഞു പോകും. നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ എനിക്ക് തോന്നുന്നു അന്ന് സാറിന്റെ ശ്രദ്ധ കൊണ്ടാണ് നമ്മള് അതേമാതിരി വേറെ സംഭവം ഉണ്ടായി. ഈ അഹമ്മദ് സാർ എന്നെ എഡിറ്റർ അയക്കുന്ന സമയത്ത് അന്ന് രാവിലെ ക്രിക്കറ്റ് കളിയുണ്ട്. അപ്പോൾ നമ്മൾ അഹമ്മദ് സാറിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ലൈവ് അപ്ഡേറ്റഡ് തന്നെ കൊടുക്കണം. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സ്റ്റാൻഡ് ബൈ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ സ്റ്റാൻഡ് ബൈയോട് പറഞ്ഞു ഈ അപ്ഡേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ക്രിക്കറ്റ്. അപ്പോൾ ആ ക്രിക്കറ്റ് സ്റ്റോറി എഴുതിയത് ഞാനാണ്, കംപ്ലീറ്റ് എഴുതിയെടുത്തത്. അപ്പോൾ എനിക്കറിയാമോ ഇത്ര ഓവർ, ഇത്ര വിക്കറ്റ്, ഇത്ര റൺസ്. എന്നിട്ട് ഞാൻ ഈ കടലാസ് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ സ്റ്റാൻഡ് ബൈയുടെ കൈ കൊടുത്തു. സ്റ്റാൻഡ് ബൈയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അത് എഴുതിയിട്ട് നമ്മുടെ ബ്രേക്കിന് തൊട്ട് മുമ്പായിട്ട് കൊണ്ടുവന്നാൽ മതി. അന്ന് ബ്രേക്ക് കഴിഞ്ഞാൽ സ്പോർട്സ് വെച്ച് നമ്മൾ തുടങ്ങാം. അതാണ് ഹെഡ്ലൈനുമാണ്. ഇയാൾ വന്നില്ല. ഇയാൾ വന്നില്ല, ഇതുകൊണ്ട് ഈ സാധനം കൊണ്ടേ വന്നില്ല. അപ്പോഴേക്കും നമ്മുടെ എഡിറ്റർ അവിടെ ആകെ പരവശനായി. ഹെഡ്ലൈൻ ന്യൂസാണ്, അത് വായിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ആകെ പരവശനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇയാൾ വന്നേ ഇല്ല. അങ്ങനെ ഞാൻ പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത് പോകേണ്ട സ്പോർട്സാണ്. ഇല്ല, ഒന്നുമില്ല, എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അത് എഴുതിയതുകൊണ്ട്, ഞാൻ ടൈപ്പ് ചെയ്തെടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അത്ര ഓവർ, ഇത്ര വിക്കറ്റ് എന്നുള്ളതിലുണ്ട്. ഞാനത് കംപ്ലീറ്റ് ആണ് വായിച്ചു. ഇന്ത്യ ലൈവായിട്ട് കൈന്നെടുത്ത് വായിച്ചു, സ്ക്രിപ്റ്റ് ഇല്ലാതെ അത് കംപ്ലീറ്റ് വായിച്ചു. ഇന്ത്യ ഇത്ര വിക്കറ്റിന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് സ്ഥലമൊക്കെ വെച്ചിട്ട് വായിച്ചു. അഹമ്മദ് സാറിന്റെ ശ്വാസം വീണത് അപ്പോഴാണ് അഹമ്മദ് സാർ പിന്നിൽ സൈഡിൽ നിന്നിട്ട് അഹമ്മദ് സാർ എന്നൊരു ശബ്ദം. അത്ര ആശ്വാസമായി. കാരണം വെച്ചാൽ അഹമ്മദ് സാറ് ബുള്ളറ്റിന്റെ ഒരു തരിമ്പ് പോലും പിശക് വരരുത് ആളാണ്. അപ്പൊ തോമസ് സാറും തന്നെ, തോമസ് സാറായിട്ട് താങ്കൾക്ക് പരിചയമില്ല. അഹമ്മദ് സാറിന്റെ സമയത്താണ് ഞാൻ വരുന്നത്. ഇവരൊക്കെ ചെയ്യുന്ന ബുള്ളറ്റിൻ നമുക്ക് വായിക്കാം. രാജീവ് ജീവൻ തന്നെ, രാജീവനായ സമയത്ത് നമുക്ക് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ നന്നായിട്ട് തന്നെ തരാം. അപ്പോൾ ഇവരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വായിക്കാം, വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കിട്ടായിരുന്ന എന്ത് ചെയ്യും? തിരിച്ചു വന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വന്ന് റൂമിൽ വന്നപ്പോൾ ഇവന് കണക്കിന് കിട്ടി. വല്ലാത്തൊരവസ്ഥ. അത് വായിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് വലിയൊരു കംപ്ലൈന്റ് വരും. അനൗൺസ് ചെയ്തിട്ട് ഹെഡ്ലൈനിൽ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 2000 സാർ കോഴിക്കോട്ടേക്ക് എത്തുന്നത് 2000 ഡിസംബറിലാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇപ്പം ഇത്രയും വർഷം കോഴിക്കോട്ട് തന്നെയാണ്. അപ്പോൾ കോഴിക്കോട്ട് ഒരു ന്യൂസിന്റെ പ്രത്യേകത, നമ്മൾ ഡ്യൂട്ടി തുടങ്ങുന്നത് പുലർച്ചെ 4 മണിക്കാണ്. 4 മണിക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് എത്തണമെങ്കിൽ അതിലും ഒരു 1.5 മണിക്കൂർ മുമ്പ് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാവണം, 2-3 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. അപ്പം ഒരു 10-25 വർഷമായിട്ട് സാറിൻ്റെ ഒരു ശീലമാണ് ഈ പുലർച്ചെ എഴുന്നേറ്റ് ജോലിക്ക് പോവുക എന്നുള്ളത്.
അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ആ ശീലത്തിൽ നിന്ന് മാറേണ്ടി വരും. ഇപ്പം കാരണം ഈ പുലർക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മൾ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊക്കെ കുറെ കൂടി ചെലവഴിക്കുന്ന ഒരു സമയമാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ നഷ്ടമാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് ഇനി മാറുകയാണ്. ഈ ആകാശവാണി ലൈഫിൽ നിന്ന് ഇനി മാറുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ഇതെന്തായിരിക്കും? ഈ പറഞ്ഞല്ലോ 2:30-3 മണിയാകുമ്പോൾ എഴുന്നേക്കും, പക്ഷെ ഉറങ്ങാൻ കഴിയില്ല. ഏത് സമയത്ത് അല്ല, ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കും 2:30 3 മണിയാകും. അപ്പം നമുക്ക് ഡ്യൂട്ടിയുള്ള തലേദിവസം ഉറങ്ങാനേ കഴിയില്ല. ആ ഉറക്കം ഒഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ വൈഫ് തന്നെ പലപ്പോഴും പറയാറുണ്ട് 2 മണിക്ക് എഴുന്നേറ്റിരുന്ന ആള് 1:30 ആകുമ്പോൾ എഴുന്നേറ്റിരുന്നു. ഇനി ഉറങ്ങിപ്പോരുന്ന ആൾക്കാണ് നമ്മൾ കാത്തിരിക്കണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. ആ ഉറക്കം ഒഴിച്ചുള്ള ഒരു ശീലം അത് ഇനിയും കുറെ കാലം ഉണ്ടാവും. ബയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണല്ലോ, അത് കുറെ കാലം ഇനിയും തുടർന്നു പോകും. സംഭവം ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഞാൻ മരിക്കൂല. കാരണം പുലർച്ചെ ഈ പല ആളുകളും ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം വന്ന് മരിക്കുന്നത് പുലർച്ചെയാണ്. ഭൂരിഭാഗം ആളുകൾ അത് ഉറക്കത്തിലാണ്. ഉറക്കമില്ലാത്തവന് പിന്നെ എങ്ങനെ അറ്റാക്ക് വരാൻ? നമ്മള് ഇനിയിപ്പോ ഉറങ്ങണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഇത്രയും വർഷത്തെ ശീലമാണ്. ഇനി നമ്മൾ തുറന്നുകൊണ്ടിരിക്കും. ഇപ്പം തോമസ് സാർ റിട്ടയർ ചെയ്ത് പോയിട്ട് തോമസ് സാർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കുറെ കൊല്ലങ്ങൾക്ക് ശേഷം. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സാറെന്ന് വെച്ചാൽ, ഇപ്പോഴും ഹക്കീമ 3 മണിക്ക് എഴുന്നേക്കും പറഞ്ഞു. ഇപ്പോഴും ഒരു 5-10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സാറ് പറയുന്നത് ഇപ്പോഴും 3 മണിക്ക് എഴുന്നേക്കും. നമ്മുടെ ലൈഫിന്റെ ഭാഗമായി ഇനി പറ്റൂല. നമുക്ക് എത്ര നേരം വൈകി കിടന്നുറങ്ങിയാലും നമ്മൾ ആ സമയം ഇപ്പോൾ യാത്രയൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ നമ്മൾ 12 മണിക്ക് ഉറങ്ങണത്. ഉറങ്ങാൻ കിടന്നാലും പിന്നെ 1-2 മണിയാകുമ്പോൾ പിന്നെ എഴുന്നേറ്റ് പിന്നെ അങ്ങനെ ഒരു സിസ്റ്റമായി പോയി. ഇനി അതിനെ തുടർന്ന് പോകേണ്ടി വരും. അതുപോലെ ആകാശവാണിയിലെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമയവുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അതിനനുസരിച്ച് അല്ലേ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ആ ജോലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആകാശവാണിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇത് മരുന്ന് ചിട്ടകളൊന്നും ഇല്ലായിരുന്നു. എപ്പോൾ വന്നു എപ്പോൾ പോയി അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം നമ്മൾ കറക്റ്റ് ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങണം തോന്നും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം തോന്നും. സമയബന്ധിതമായിട്ട് ചെയ്യാൻ ഒരിതുണ്ട്. കാരണം 6:45 കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ക്ലാർക്കിൻ്റെ പണിയാണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഈ പണി നമുക്ക് 6:50 52 ആവട്ടെ, എന്നിട്ട് വാർത്ത വായിക്കാൻ നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. 6:45 എന്നാല് നമ്മുടെ ക്ലോക്കിൽ കാണിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ബുള്ളറ്റിൻ സ്റ്റാർട്ട് ചെയ്തോളണം. അതിൽ യാതൊരു സംശയമില്ല. അതിലപ്പുറത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്തിരിക്കണം. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നൊരമ്മ അവരടുക്കളയിൽ കയറുന്നു രാവിലെ, വണ്ടി വരാറായി, അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടില്ല, കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്നൊരു വെപ്രാളം ഉണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും ന്യൂസ് റൂമിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 6:45 ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ വളരെ, നിങ്ങളൊക്കെ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഇയാൾ ചൂടനാണ്, ഇതൊക്കെ വെറുതെ നാട്ടുകാരോട് പറയണോ? എല്ലാം ഇപ്പം 28 കഴിഞ്ഞ ആശ്വാസമായി എന്ന് പറഞ്ഞ ആളുകൾ സ്വാഭാവികോ. ഞാൻ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കണം. അപ്പോൾ നമ്മളിപ്പം വാർത്തകൾ വായിക്കുന്നത് പ്രിന്റഡ് കോപ്പി നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറെ കൂടി ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ കുറെ കൂടി വായിക്കാൻ കഴിയും. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് കയ്യെഴുത്താണ്. അത് തന്നെ ഡെസ്കിലുള്ള ന്യൂസ് റൈറ്റർമാരുടെ ഒക്കെ കയ്യെഴുത്ത് വേഗതയിലൊക്കെ എഴുതുമ്പോൾ ഞങ്ങളൊക്കെ വന്ന തുടക്ക സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐഡന്റിഫൈ ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രയാസമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാ മറികടന്ന്? ന്യൂസ് എഡിറ്റർമാർ മാത്രമല്ല, ഒപ്പം ചെയ്യുന്ന ആളുകളും ചില ആളുകൾ വെച്ച് ബാക്കിയല്ല. ചിലർ നന്നായിട്ട് അച്ചടി ഭാഷയിൽ എഴുതും. ചിലർ അങ്ങനെയല്ല. ചിലർ എഴുതും നമുക്കൊന്നും പാന്ന് പറഞ്ഞാൽ ഒരു റാ കാണും, പിന്നെ ഒരു വര കാണും. അത്രേ ഉള്ളൂ. കരുണാകരൻ എഴുതുന്നുണ്ടെങ്കിൽ കാ കാണും, എന്ന് കാണും, പിന്നെ ഒരു നീട്ടല. ഇത് വായിക്കണത് ഇവരെഴുതുന്നത് നമുക്ക് വായിക്കാൻ പറ്റില്ല. വലിയ പ്രയാസമുണ്ട്. ഒരിക്കൽ DDG ചെന്നൈയിൽ നിന്ന് വന്നിട്ട് നമ്മളെ മേലുദ്യോഗസ്ഥൻ വന്ന് പരിശോധിച്ചിട്ട് ഈ ബുള്ളറ്റിൻ എടുത്ത് പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ബുള്ളറ്റിൻ വായിക്കണം എന്നുള്ളത്. ഇത് കണ്ടിട്ട് പുള്ളി മലയാളമല്ല, അദ്ദേഹം മലയാളിയല്ല. ആ മലയാളി അല്ലാത്ത ഒരാളാണ് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ DTP അയക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തേക്കാളും വളരെ മനോഹരമായിട്ട് അന്ന് വായിക്കാൻ പറ്റും. ഇങ്ങനെ അതിനൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വയൽവരമ്പിലൂടെ നടന്നു പോകുന്നതായിരിക്കും. അത് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, വീഴാതെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു പോകും. നേരെ മറിച്ച് കുറച്ചും കൂടി വീതി ഉണ്ടെങ്കിൽ നമ്മളത് വളരെ പെട്ടെന്ന് പോവും, വീണ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ എഴുതി വരുമ്പോൾ നമ്മളത് വളരെ വളരെ സൂക്ഷിക്കും. ഇപ്പം രത്നാബായിയൊക്കെ വായിച്ചിരുന്ന സമയത്ത് അവർക്ക് എന്ത് എഴുതി കൊടുത്താലും വായിക്കും. തല കുത്തനെ പിടിച്ച് വേണമെങ്കിലും വായിക്കും. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം കാലഘട്ടത്തിലെ പ്രതിഭകളാണ്. പിന്നല്ലേ
ഒരു സംശയവും. അപ്പോൾ അവർക്കൊക്കെ അത് പറ്റും. എനിക്കും തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു DTP വായിക്കാൻ പ്രയാസം. ശരി. മറ്റേത് പിന്നെ ഞങ്ങൾ ആൽഫ ജനറേഷനും നിങ്ങളൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഞാൻ ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞ ആളുകൾ എന്നെ പിടിച്ച് പഞ്ഞിക്കണത് വേറെ വിഷയം. എന്നാലും പറയുമ്പോ അങ്ങനെ പറയാം. നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോ ഈ കാലഘട്ടം ഒരുപാട് മാറി. സാറ് തന്നെ ഒരു 27 വർഷത്തെ റേഡിയോയിലുള്ള ഒരു യാത്രയാണ്. 28ലേക്ക് കടക്കുകയാണ്. ആ സമയത്താണ് റിട്ടയർമെന്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ വർഷങ്ങളെ കൊണ്ട് സാങ്കേതിക വിദ്യകൾ ഒരുപാട് മാറി, നമ്മുടെ മാധ്യമ രീതികൾ മാറി. പണ്ട് റേഡിയോ മാത്രം ഉണ്ടായിരുന്നു, ഇന്ന് ടിവിയും അത് കടന്ന് ഇന്റർനെറ്റും യൂട്യൂബും ഓൺലൈൻ മീഡിയകളും. ഇന്ന് സോഷ്യൽ മീഡിയ എന്തായാലും മാധ്യമങ്ങളെ കാണുന്നത് തന്നെ ആളുകൾക്ക് പേടിയുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ഒരു മാറ്റങ്ങളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്. കാരണം നമുക്ക് എന്തും പറയാനായിട്ടുണ്ട്, എന്തും പറയാം, ഒരു പ്രശ്നമില്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പോയി ചാടാറുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഒന്നുമില്ല, ഒരു ലൈസൻസും ഇല്ല, എന്തും പറയാം. അല്ലെങ്കിൽ പറയപ്പെടുന്നു, അറിയപ്പെടുന്നു, എന്തെങ്കിലും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആകാശവാണിക്ക് അത് പറ്റൂല. ആകാശവാണിയിൽ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ അവിടെ കാണൂല, തസ്തികയിൽ കാണൂല. കാരണം മോളിൽ നിന്ന് അത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, അവരെ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് വളരെ സത്യസന്ധമായിട്ട് ചെയ്യണം. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ സത്യമാണെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ അത് പിന്നെ ഫാക്ട് ചെക്ക് വരുമ്പോഴാണ് പലപ്പോഴും അത് സത്യമല്ല എന്ന് അറിയണം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം താങ്കളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അത് മോർഫ് ചെയ്തിട്ട് വേറെ രീതിയിൽ കൊടുത്താലും ഒരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ വരുന്നല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി അതിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഉച്ചകോടിയിൽ അതിനെ പറ്റി പറഞ്ഞു. അത് വളരെ വ്യാപകമായിട്ടുണ്ട്. അപ്പൊ ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ ദുരുപയോഗം ചെയ്ത് നമ്മൾ നശിപ്പിക്കണം. ഒന്നും പറയാൻ കഴിയില്ല. നല്ലതിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം, ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം, അറിവിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, മുമ്പൊക്കെ നമ്മൾ വിക്കിപീഡിയ പോയി തപ്പിയിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡുകൾക്കകം നമുക്കത് കിട്ടും. പക്ഷെ അങ്ങനെയുള്ളൊരു സാധനം നമ്മളത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഒരു കുറഞ്ഞ ശതമാനം ആളുകളെങ്കിലും മോശമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് തടയിടാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അധികാരികളെ കൊണ്ടും പറ്റണില്ല. അത് തടഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ മുഴുവൻ അത് വിശ്വസിച്ച് അതാണ് സത്യമെന്ന് വിശ്വസിച്ചിട്ട് ആളുകൾക്ക് വഴിയെറ്റി പോകാനുള്ള സാധ്യത. അപ്പോൾ ഈ നല്ലതിനും ഉപയോഗിക്കാം, ഇത് ചീത്തക്ക് ഉപയോഗിക്കാം. നമ്മൾ സ്വയം തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഓരോരുത്തരും എത്തണം അല്ലേ? ക്രെഡിബിലിറ്റി ഉറപ്പാക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അങ്ങനെ വരില്ല. മോണിറ്ററി ബെനിഫിറ്റ് ആണ് പലരും താല്പര്യം. കാരണം നിങ്ങൾ ഒരു കാര്യം കൊടുക്കുമ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ വരുന്ന പൈസ കൂടുതൽ. അപ്പൊ അത് ഫേക്ക് ആയാലും സത്യമായാലും പൈസ കിട്ടും. അപ്പൊ അത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മസാല വേണം. അപ്പോൾ ആ ഒരു മസാല അതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പലപ്പോഴും ഫേക്ക് ആയിട്ട് പോകും. അതിലിപ്പം ഞാനാണ് കൊടുക്കണത്, താങ്കളുടെ അഭിമാനം എനിക്ക് പ്രശ്നമല്ല. താങ്കളുടെ അഭിമാനം ഒന്നും എനിക്ക് പ്രശ്നമല്ല. താങ്കളെ കൊല വിളിക്കുക എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ കൊല വിളിക്കുമ്പോഴും ഈ ആളുകൾക്കൊരു പലപ്പോഴും ഉള്ളൊരു താല്പര്യം ഈ പരദൂഷണത്തിൽ ഏഷ്യനിലേക്ക്. നമ്മുടെ മനസ്സൊക്കെ അങ്ങനെയാണ്. ഒരാളെ പറ്റി, താങ്കളെ പറ്റി ഒരു കുറ്റം കേൾക്കുന്ന എനിക്ക് സന്തോഷം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ആളുകളുടെ മനസ്സതാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് ഇത് ചിലവായി പോകുന്നത്. അപ്പോൾ അത് പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ നാണം കെട്ടിട്ടും പണം നേടിയാല് ആ പണം ആ നാണക്കേട് മാറ്റിയിടുന്നല്ലേ നാണക്കേട് മാറ്റിയിടുന്നല്ലേ പറയണം. അത് അങ്ങനെ ഉണ്ടാവും. അത് മാറാത്തടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്തും കാര്യമില്ല, നമുക്ക് നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റില്ല. പിന്നെ അതിനൊപ്പം ഒഴുകാൻ പറ്റുമോ? അതുമില്ല. അതിൻ്റെ കൂടെ പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അവർ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസേ അങ്ങനെ ആകാശവാണിയിലേക്ക് ഡ്യൂട്ടിക്ക് വരാൻ വേണ്ടി നമ്മൾ സാറ് പറഞ്ഞ പോലത്തെ ഒരു ഉറക്കമാണല്ലോ ഈ. ആ ഉറക്കത്തിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. ഞാനിങ്ങനെ കൂട്ടായി അങ്ങാടിയിലെ തിരൂർ ടൗണിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ പല പോസ്റ്ററുകളും ഒക്കെ കാണാം. അപ്പോൾ ഒരു ചുമരിൽ ഞാനിങ്ങനെ വായിക്കുകയാണ്, ഹക്കീം കൂട്ടായിയെ ഡാഷ് ചിഹ്നത്തിൽ വിജയിപ്പിക്കുക എന്ന്. അവിടെ ഞാൻ ഉണർന്നുപോയി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയത്തിലാണോ ഇനി കാണുക അതോ മറ്റെന്തെങ്കിലും മേഖലയിലുണ്ടോ? ഞാനൊരു കവലയിലാണ് നിൽക്കണത്. തീരുമാനിച്ചിട്ടില്ല ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ. ഈ കവലയിൽ നിന്ന് ഒരുപാട് വഴികൾ പോകുന്നുണ്ട്, പല വഴിക്കുണ്ട്. മാത്രമൊന്നല്ല, ഒരുപാട് വഴികൾ. അത് ഏത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എനിക്ക് സ്വസ്ഥമായിട്ട് സ്വപ്നം ഫലം കാണും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് ഏത് സമയത്താ കണ്ടെന്ന് നോക്കണം. ആ സമയം കൂടി നോക്കണം. പക്ഷെ താങ്കൾ ജയിച്ചായിട്ട് കണ്ടോ?
അല്ല അവിടൊക്കെ ഞാൻ ഉണർന്നു പോയി. അപ്പോഴേക്ക് വൈഫ് ഉണർത്തി ആകാശവാണി പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അതോടുകൂടി എനിക്ക് ജയിച്ചത് കണ്ടവര് കുറച്ചുകൂടി സമാധാനം. എനിക്കും സമാധാനമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി ഞാൻ ചെയ്യും, ജയിച്ചായിട്ട് കണ്ടില്ലല്ലോ, ചിഹ്നത്തിൽ മത്സരിപ്പിക്കുക, അല്ല സോറി ചിഹ്നത്തിൽ വിജയിപ്പിക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ചിഹ്നത്തിൽ വിജയിപ്പിക്കാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിൽക്കുന്ന ഈ കവല അത് വളരെ വിശാലമാണ്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഇത് കഴിഞ്ഞ ഒരു മാസം നോമ്പാണ്. അപ്പൊ നോമ്പിന് വീട്ടിൽ തന്നെ ഇരിക്കും. അത് സ്വാഭാവികമായിട്ടും. അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിച്ചെടുക്കാം എന്ത് വേണമെന്നുള്ളത്. ഇനിയൊരു പക്ഷേ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരു മന്ത്രിയായോ അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് എനിക്ക് ആഗ്രഹിക്കാലോ. വേണമെങ്കിൽ സ്വപ്നം കാണുകയും ചെയ്യാം. ഇനി അങ്ങനെ കണ്ടു കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ കണ്ടെന്ന് വരും. ആ സമയം കൂടി നോക്കി ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഹക്കീം കുട്ടായി സാറിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ, നമ്മളൊക്കെ ന്യൂസ് റൂമിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ സാറ് കുറേ കഥകളും കുറേ അനുഭവങ്ങളൊക്കെ പറയും. അതൊക്കെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ അനുഭവങ്ങളുടെ ഒരു കടലാണ് ഈ മനുഷ്യൻ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ഭാവി ജീവിതത്തിൽ. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. ഓക്കെ, താങ്ക് യു. ഇത്രയും സമയം എന്നെ സഹിച്ചതിനും നന്ദി. റിട്ടയർ ചെയ്ത് പോകണമല്ലേ? അത് പോകണം, ഇനി ഞങ്ങളുടെ കാലമല്ലേ. ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ? എനിക്ക് ചോദിക്കാലോ. പിന്നെ സംശയമൊന്നുമില്ല. താങ്കൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട് റിട്ടയർ ചെയ്തിട്ട് ഒരു 1/2 ദിവസമെങ്കിലും ഡ്യൂട്ടിക്ക് വരണമെന്ന്. അതൊരാവശ്യമുണ്ട്. അതെന്താ? വിറപ്പിച്ച് നിർത്തിയത് ഓർക്കുന്നുണ്ടോ? അപ്പൊ എന്നെ വിറപ്പിക്കാനുള്ള ഒരു സാറിന് ഒരു 1/2 മിനിറ്റ് എങ്കിലും വിറപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ആ വഴിക്കില്ല. തീരുമാനിച്ചു. ഇനി മാറ്റൂലല്ലോ. എന്റെ കവലെന്നുള്ള റെക്കോർഡാണ്. എന്റെ കവലെന്ന് ഞാൻ ആ റൂട്ട് കട്ട് ചെയ്തു. ആ റൂട്ടിലേക്ക് അപ്പൊ ആകാശവാണിയിലെ പിന്നെ ഒരു വാർത്താവതരണ രംഗത്ത് ഇനി നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പ്രതീക്ഷിക്കണ്ട. കാരണം നിങ്ങളല്ലേ, നിങ്ങളെന്ന് മാത്രമല്ല ഒരുപാട് പേര് അവസരം കാത്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും Waytonikah.com, the exclusive Muslim matrimonial site.